ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോയാബോൾ ഫ്രൈ ഉണ്ടാക്കുന്ന വീഡിയോ കേട്ടോ. വീഡിയോയിലേക്ക് പോയാലോ. ഇതിന് മുന്നേ ഞാൻ എഗ് ബുർജി ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് ഇപ്പോൾ സോയാബോൾ ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു പാക്കറ്റാണ് ഈ ഒരു ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പാക്കറ്റ് ഇട്ടാൽ തന്നെ നമുക്ക് ഇത്രയും കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര പാക്കറ്റാണോ വേണ്ട അത്ര പാക്കറ്റ് ഇട്ടതിന് ശേഷം എടുക്കാം. ഈ സോയാബോൾ ചൂട് വെള്ളത്തിലിട്ടിട്ടാട്ടോ ഇങ്ങനെ വെക്കേണ്ടത്, എന്നാലേ ഇത് നല്ല രീതിക്ക് എടുത്തു. നമുക്ക് ഈ വെള്ളത്തിന് ശേഷം ഈ ബൗളിലേക്ക് നമുക്ക് ആക്കിയെടുക്കാം. വെള്ളം ഇങ്ങനെ ഊറ്റിയിട്ടെടുക്കണം കേട്ടോ. ഇത് നമ്മൾ ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മസാലയെല്ലാം ആഡ് ചെയ്തിട്ട് ഇനി നമുക്കിങ്ങനെ മസാലയിലാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ആയിട്ട് എടുക്കുന്നത് ഇത്രയാട്ടോ നമുക്ക് എടുക്കേണ്ടത്. നമ്മൾ വെള്ളമായിട്ടിട്ടു റൈസ്. ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിനിപ്പോൾ ഗരം മസാല ഇട്ട് കൊടുക്കുക. ഇത് ഇത്ര ഗരം മസാല എടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മളിത് ഇത്ര ഉപ്പ് എടുത്താൽ മതി കേട്ടോ. അപ്പം ഇത്ര ഉപ്പ് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ മസാല ആയിട്ട് ഇടുന്നത്. അപ്പോൾ ചിക്കൻ മസാല ഇത്ര എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ മുളക് പൊടി ഇത്ര ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി ഓഫ് മുളക് പൊടി ഇതൊക്കെ വേണമെന്ന് വെച്ചാൽ അത് നിങ്ങൾ എടുത്തിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റാം. എനിക്കിപ്പോൾ ഇത്രയും വേണ്ടു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എല്ലാ മസാലയും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിന്ന് 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിപ്പോൾ കുക്കിംഗ് തുടങ്ങാം കേട്ടോ. അടച്ച് വയ്ക്കുക. അപ്പോൾ ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ പാൻ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത്ര വെളിച്ചെണ്ണ കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അത്ര സോയാബോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച സോയാബോളിന് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൽപ്പെട്ടതാണ്. നമുക്ക് എല്ലാവരും നേരത്തെ നമ്മൾ മേലിട്ടായ കഴിക്കാറില്ല. ഇനി നമുക്ക് സ്പൂണ് വെച്ചിട്ട് എല്ലാവരും ഒന്ന് കൈ കൊടുക്കട്ടെ. അപ്പോൾ നമ്മൾ ഇനി ഇത് മറിച്ചിടാം കേട്ടോ. നമ്മൾ ഒരു ഭാഗം ഫ്രൈ ആയ അടുത്ത ഭാഗം ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് തിരിച്ചിടാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ സോയാബോൾ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മൾ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് സോയാബോള്. നമുക്കിത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. വെച്ചിട്ട് പിന്നെ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.